വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് റഫീസ ഡാമിലാണ്. അത് കോർഫക്കാൻ റോഡിലാണ്. ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ നേരെ കുറച്ച് ഒരു 1-1.5 കിലോമീറ്റർ മുന്നോട്ട് പോയി റൗണ്ട് അബൌട്ട് കിട്ടും. അവിടുന്ന് തിരിഞ്ഞ് യൂ ടേൺ എടുത്ത് വരുന്നാൽ ഈ റഫീസ ഡാമിലേക്ക് കയറാൻ പറ്റും. ഇവിടുന്ന് ഇനി ഒരു 6 or 7 കിലോമീറ്റേഴ്സേ ഉള്ളൂ കോർഫക്കാനിലേക്ക്. കോർഫക്കാൻ പോകുന്ന വഴി ഇറങ്ങാൻ പറ്റുന്ന, ഫാമിലി ആയിട്ടിരിക്കാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ്. പിന്നെ ഇവിടെ കയാക്കിങ്ങും പിന്നെ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. അതിന് കയാക്കിങ്ങിന് ഒരു 30 dirhams, മറ്റേതിന് 45 dirhams ഒക്കെയാണ്. പിന്നെ ഇവിടെ നല്ല ഡാമുണ്ട്, പിന്നെ നല്ലൊരു ഗാർഡനുണ്ട്, പിന്നെ സീറ്റിംഗ് ഏരിയ ഉണ്ട്. റെസ്റ്റ് ഏരിയ ആണ്. നമുക്കിവിടെ എന്താ പറയുക, വന്ന് ഫുഡൊക്കെ കഴിക്കാം. ഇവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, അത് ഫോളോ ചെയ്ത് കുട്ടികൾക്ക് നല്ലൊരു പ്ലേ ഏരിയയും കൂടെ ഉണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ പ്ലേയിങ് ഏരിയ ഉണ്ട്, റെസ്റ്റോറൻറ്റും ഉണ്ട് മുകളിൽ. സോ ഇവിടെ ആയിട്ടാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നല്ലതായിട്ട് ക്ലൈമറ്റ് കൊണ്ടായിരിക്കും, നല്ലതായിട്ട് എന്താ പറയുക, പൂക്കളും ഒക്കെ ഉണ്ട്. നല്ല ക്ലൈമറ്റാണ്, നല്ല വിൻഡിയാണ്. സോ നല്ല സ്ഥലമാണ്. ഏരിയ ഒരുപാടുണ്ട്, വേറെ ഏരിയ ആയിട്ടാണ്. പ്ലേയിങ് ഏരിയ 1, 2, മറ്റിടത്ത് നമ്മൾ കണ്ടത് 3, അങ്ങനെ ടോട്ടൽ 3 ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പിള്ളേർക്ക് എന്തായാലും ഒരുപാട് സ്ഥലത്ത് കളിക്കാനും പറ്റും. നമ്മളപ്പോൾ ആ പാർക്ക് കണ്ടോ, ആ പാർക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ നടന്നു വന്ന് ഇങ്ങനെ താഴേക്കൊരു സ്ഥലമുണ്ട്. അപ്പം അതിലേക്ക് ഇറങ്ങി വരുവാണെങ്കിൽ ഇഷ്ടം പോലെ താറാവും, ഇവിടെ നിറച്ച് മീനുകളുണ്ട്. മീനുകൾ എനിക്കറിയില്ല വീഡിയോ കിട്ടുന്നുണ്ടോ എന്ന്. ചെറിയ മീനുകളാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി എല്ലാം പോകുന്നിടത്തുണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി നോക്കാത്തത്. നല്ലൊരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു അവരെ ഈ പാഡ്ലിങ് ചെയ്യുന്നവരെ എല്ലാം ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അങ്ങനൊരു ലൈന് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെയാണ് താറാവും മീനും എല്ലാം ഉള്ളത്. അങ്ങനെ നല്ല സ്ഥലം. എനിക്ക് തോന്നുന്നു വീക്ക് ഡേയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഒരു സൺഡേയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, തീരെ തിരക്കില്ല. കുട്ടികളായിട്ട് ഇപ്പോൾ അവധി സമയം ആയതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലതായിരിക്കും. തീരെ തിരക്കില്ല, നല്ലൊരു ഓപ്പൺ ഏരിയ, നല്ല വിൻഡ്, നല്ല ക്ലൈമറ്റ്.
അതിനുശേഷം നമ്മൾ നേരെ എത്തിയത് ആംഫി തിയേറ്ററിലേക്കാണ്. ഇത് ഈയിടയ്ക്ക് ഓപ്പൺ ചെയ്തതാണ്. പക്ഷേ നമ്മൾ ചെന്നപ്പം അവിടെ അവർ വിസിറ്റേഴ്സിനെ ആണെങ്കിലും അകത്തേക്ക് അലൗ ചെയ്യുന്നില്ലായിരുന്നു. എന്തൊക്കെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുമായിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയാണ് വാട്ടർഫോളും ഉള്ളത്. അതും സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. അവിടെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ആംഫി തിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഓഷ്യാനിക് ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സോ നമ്മൾ നേരെ പിന്നെ ബീച്ചിലേക്ക് പോയി.